ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നോമ്പൊക്കെ തീരാനായല്ലേ? ഓൾമോസ്റ്റ് ഇന്ന് ലാസ്റ്റ് നോമ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്തായാലും നമ്മളുടെ ലാസ്റ്റത്തെ വ്ളോഗായിരിക്കും കേട്ടോ ഈ റമദാനിലെ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു വീക്കെൻഡിലാണ്. അപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ മെയിനായിട്ട് മോളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിച്ച് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് മോളുടെ മുടിയൊന്നും വെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ മോളുടെ മുടി കുറേ കാലം ഞാൻ തന്നെ ആട്ടോ വെട്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നു അവൾ ഇങ്ങനെ സലൂണിലൊക്കെ പോയിട്ട് ആകെ 1-2 തവണ മുടി വെട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാനാണ് വെട്ടി കൊടുത്തിരുന്നത്. പക്ഷെ ഇങ്ങനെ വലുതായതിന് ശേഷം പിന്നെ ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തീരെ പോയി വെട്ടിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, മോള് ഇരിക്കുമോ എന്നൊക്കെ. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ രണ്ടും കൽപ്പിച്ച് ഒന്നും പറ്റിയില്ലെങ്കിലും ഓളെ മടിയിലെങ്കിലും വെച്ചിട്ട് മുടി വെട്ടിക്കാന്നുള്ള രീതിയിലാട്ടോ പോകുന്നത്. പക്ഷെ അൽഹംദുലില്ലാ അവൾ നല്ല പോലെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് സലൂണിൽ കയറുമ്പോഴേ ടെൻഷനായി. കാരണം അവിടെയുള്ള എല്ലാ മക്കളും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൾ എങ്ങാനും കരയോ ആകെ സീനാക്കുമോ എന്നെല്ലാം വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അവൾ കഴിയുന്നവരെ നല്ല കുട്ടിയായിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻലി ഇങ്ങനത്തെ സലൂണിലൊക്കെ ഇങ്ങനെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടാണല്ലോ മുടി വെട്ടുക. അപ്പോൾ അതൊക്കെ ആയിരിക്കും കേട്ടോ മെയിൻലി ചിലപ്പോൾ ഇരിക്കാൻ കാരണം. കുട്ടികളുടെ സലൂൺസിലൊക്കെ അവർ കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കരുതി വെക്കുമല്ലോ. അപ്പം അവൾ വന്നപ്പോഴേ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുടിയൊക്കെ വെട്ടിയിട്ട് അവിടെ കളിക്കാൻ പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് അവർ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി മുടി വെട്ടി. നല്ല ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ മുടിയൊന്നും കട്ട് ചെയ്ത് കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു. പിന്നെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടോ പിന്നെ നല്ല കുട്ടിയായി ഇരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവളെ കുറച്ച് നേരം അവിടെ കളിക്കാൻ വിട്ടു കേട്ടോ. കുറച്ച് നേരം അവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച്. കാരണം അത് കളിക്കാൻ പോകാമല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സിലാണ് അവൾ അവിടെ ഇരുന്നത് തന്നെ. അപ്പോൾ പിന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇക്കാക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്.
പിന്നെ ആണുങ്ങളെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ പിന്നെ പൊതുവേ നമുക്ക് ബോറിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ കണ്ട ഡ്രസ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. എല്ലാ ടോപ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, എല്ലാം ഇങ്ങനെ കാണുന്നതും വെച്ച് നോക്കുന്നതൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം അപ്പോഴത്തേക്ക് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുക. അപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ഇതാ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മോളെപ്പോഴും പാർക്കിൽ പോകണം എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മോളൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പ്രോൺസ് ക്രോക്കറ്റ്സും പിന്നെ ഒരു ബീഫിൻ്റെ ഒരു പഫ്സുമാണ് ഉണ്ടാക്കുന്നത്. സ്നാക്സ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. ഫുഡ് നമ്മൾ പിന്നെ അവിടെ വന്നിട്ട് കഴിക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ സ്നാക്സൊക്കെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ തന്നെ സമയം ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ വേഗത്തിലാക്കിയെടുക്കുകയാണ്. ഞാൻ കിച്ചണിലൊക്കെ കയറുമ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം സ്നാക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം പ്രോൺസ് ക്രോക്കറ്റ്സാണ് ആക്കിയെടുക്കുന്നത്. അപ്പം ഇത് ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ ഒരു പ്രോൺസ് റിസോഴ്സിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെയിം തന്നെ കേട്ടോ. നമ്മൾ ബട്ടറിൽ ഗാർലിക്കും ഓണിയനും സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുള്ള പ്രോൺസ് ആട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഉപ്പ്, പെപ്പർ, ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം പാലൊഴിച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കട്ടെ വേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ റിസോയ്സിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അത്രയും പണിയില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് പണി തീരും. ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു പണി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വൈറ്റ് സോസിന് പകരം പൊട്ടാറ്റോ ഇല്ല, അത് നന്നായി ബോയിൽ ചെയ്തിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ആക്കുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെയും ചിലർ ക്രോക്കറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. ചിലരിങ്ങനെ ബെഷമൽ സോസ് വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബെഷമൽ സോസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്രോക്കറ്റ്സിനുള്ള ഫില്ലിംഗ് ആയപ്പോൾ ഞാൻ പഫ്സിലേക്കുള്ള ഫില്ലിംഗ് കൂടി അതാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോൾക്ക് ഉച്ചക്ക് ഇന്ന് കഞ്ഞിയായിട്ട് കൊടുക്കുന്നത്, അപ്പോൾ അതും വെക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആക്കാൻ പറ്റിയ 2 സ്നാക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇപ്പോൾ ഇതാ ഒന്ന് തണുത്ത് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് കൊടുക്കുക. കാരണം നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണമല്ലോ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ലൊരു പുലാവിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം. അങ്ങനെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഗരം മസാലയും പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചിക്കൻ്റെ സ്റ്റോക്കും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ.
എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ക്രീം ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിക്കാണ് എടുക്കുന്നത്. ആ 2 കപ്പിന് ഞാനൊരു 160 ഗ്രാമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ബീഫിൻ്റെ കീമയാട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ബീഫിൻ്റെ കീമ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബീഫിൻ്റെ കീമ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പം ആ ഒരു കീമ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇട്ടിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ ചിക്കൻ ഇങ്ങനെ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യില്ല, അതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം 1 ഗ്ലാസ് കുറവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം ബീഫിൻ്റെ കീമേന്നൊക്കെ കുറച്ച് വെള്ളം എങ്ങനെ ആയാലും ഇറങ്ങുമല്ലോ. അപ്പം ആ ഒരു കണക്കിന് ഞാൻ കുറച്ച് കുറവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഉപ്പെല്ലാം പാകമാണോ നോക്കിയിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പുലാവിൻ്റെ പരിപാടി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പുലാവ് അവിടെ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഈ പ്രോൺസിൻ്റെ സ്നാക്ക് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ പഫ്സും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം ആക്കി പാക്ക് ചെയ്തിട്ട് നമുക്ക് പാർക്കിലേക്കും പോകണമല്ലോ. അപ്പം ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എത്തും വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം ആയി വന്നപ്പോഴത്തേനെ നമ്മൾ റൈസ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ടേസ്റ്റുള്ള റൈസാട്ടോ. എന്താ പറയുക, ഇങ്ങനെ ഒരു മൈൽഡ് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. അപ്പം ഞാനത് ബീഫ് കീമ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇറച്ചിയൊന്നും കാണാത്തത്. കീമ ആയതുകൊണ്ട് തന്നെ അതിൽ മിക്സായി പോയതാണ്. നിങ്ങൾ ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗത്തിൽ തന്നെ സ്നാക്സൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്.
അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു ഈദ് വിഷ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ഈദ് തന്നെ ആവട്ടെ എന്ന് ദുആ ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.